ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്താണെന്ന് നോക്കുക. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ പയൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ ഓൾറെഡി നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പയൽ 1 ആൻഡ് പയൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പയൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ തേഴ്സ്ഡേ ഗൈഡൻസ് എന്താണെന്ന്. ഏപ്രിൽ 10th പയൽ നമ്പർ 1ൻ്റെ എനർജീസ് എന്താണ്? താങ്ക് യു. Three of Swordsൻ്റെ എനർജി, Queen of Cups, അതുപോലെ തന്നെ 9 of Wandsൻ്റെ എനർജി വരുന്നുണ്ട്. ഇന്നത്തെ ദിവസം ഒത്തിരി ഹാർട്ട് ചക്ര ഹീലിംഗ് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് ഫിസിക്കൽ ഹെൽത്തുമായിരിക്കും. ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അത് ഹീൽ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്ന ഒരു ദിവസമായിരിക്കും. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഫോക്കസ്, നിങ്ങളുടെ ശ്രദ്ധയിൽ ഒത്തിരി ഷിഫ്റ്റ് മാറ്റങ്ങൾ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പാസ്റ്റിൽ നടക്കാതെ പോയ കാര്യങ്ങൾ, നിങ്ങളെ വിഷമിപ്പിച്ച കാര്യങ്ങൾ, സ്ട്രഗിൾസ്, അതിലോട്ട് നിങ്ങളുടെ എനർജി പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് കുറച്ചും കൂടെ എങ്ങനെ ലൈഫിൽ ഹീലിംഗ് കൊണ്ടുവരാം, അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള ഒരു എനർജി, അതിലോട്ട് നിങ്ങളുടെ എനർജി അല്ലെങ്കിൽ ശ്രദ്ധ പോകുന്നതായിട്ട് ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് കുറേ കൂടെ സ്റ്റെബിലിറ്റി, ബാലൻസ് നിങ്ങളുടെ ഉള്ളിൽ നിലനിർത്താനായിട്ട് ഈ ഒരു ദിവസം നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടത്, ക്ലാരിറ്റി, വ്യക്തതയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഈ ഒരു ദിവസം ശ്രമിക്കുക. ബാക്കിൽ പേജ് ഓഫ് ഫോൺസ്. എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് നിങ്ങളെ ബ്ലോക്ക് ആക്കുന്നുണ്ടെങ്കിൽ, ഒരു കാർമിക് എനർജിയിൽ നിങ്ങളെ സ്റ്റക്കാക്കി നിർത്തുന്നുണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്തിട്ട് ആ ഒരു ആ ഒരു എനർജി, ആ ഒരു കോഡ് കട്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് അതിന് ഒത്തിരി സ്ട്രെങ്ത്ത്, ഒത്തിരി ധൈര്യം ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ടും കുറച്ചൊരു അറ്റൻഷൻ കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. നിങ്ങളുടെ ഗ്രോത്ത്, നിങ്ങളുടെ വളർച്ച, അല്ലെങ്കിൽ എവിടെയാണ് ബ്ലോക്കേജ് ഉള്ളത്, ക്ലാരിറ്റി ഇല്ല, വ്യക്തത ഇല്ലാതിരിക്കുന്നത്, അവിടെയും കുറച്ചൊരു അറ്റൻഷൻ കൊടുക്കാനായിട്ട് ഈ ഒരു ദിവസം നിങ്ങളോട് പറയുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഈ ഒരു ദിവസം എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് നിങ്ങളെ തളർത്തുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് പ്രകൃതിയായിട്ട് കണക്ട് ചെയ്യുന്നത്, ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുന്നതും ഈ ഒരു ദിവസം നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് കുറച്ചൊരു പേഷ്യൻസും ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. ചിലപ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം, സ്പീഡിൽ കാര്യങ്ങൾ നടക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പോസിബിൾ ആകത്തില്ല. അപ്പോൾ സമാധാനത്തോടു കൂടി, പേഷ്യൻസോടു കൂടി നിങ്ങൾ എനർജി കൊടുക്കുക, അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ മണി, ഫിനാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അവിടെ ഒരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരാനായിട്ടും ഒരു ശ്രദ്ധ ആവശ്യമായിട്ട് ഇന്നത്തെ ദിവസം വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഓവർ തിങ്കിങ്, അല്ലെങ്കിൽ ഒരു കാര്യം തന്നെ റിപ്പീറ്റഡ് ആയിട്ട് തിങ്ക് ചെയ്ത് വിഷമിക്കുന്ന ഒരു എനർജിയാണ്. അവിടെയും കുറച്ചൊരു സ്റ്റെബിലിറ്റി, കുറച്ചും കൂടെ ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കാനായിട്ട് ഈ ഒരു ദിവസം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയാണ് പയൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ തേഴ്സ്ഡേ ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി, ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ തേഴ്സ്ഡേ ഗൈഡൻസ് എന്താണെന്ന്. അതായത് ഏപ്രിൽ 10th എനർജി, പയൽ നമ്പർ 2 ചൂസ് ചെയ്തവർക്ക് താങ്ക് യു. പയൽ നമ്പർ 2. ഇവിടെ ഇന്നത്തെ ദിവസം ഒത്തിരി ഓപ്ഷൻസ്, ഒത്തിരി എനർജീസ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഷാഡോ ഹീലിങ്ങിന്, നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന എനർജീസ്, അത് ചിലപ്പോൾ സർഫസ് ലെവലിലോട്ട് നിങ്ങളുടെ എന്താ പറയുക, നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ മുന്നോട്ട് വരുന്നുണ്ടാകാം. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ സെൽഫ് വർത്ത് എന്താണ്, നിങ്ങളുടെ മൂല്യം എന്താണ്, എവിടെയാണ് ഹീലിംഗ് കൊണ്ടുവരേണ്ടത്, കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ട എനർജീസ് എന്തൊക്കെയാണ്, അതിലെല്ലാം നിങ്ങൾ ഫോക്കസ്, അറ്റൻഷൻ കൊടുക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്.
കുറച്ച് പേർക്ക് ഇവിടെ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പോസിറ്റീവ് എനർജി കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും മെൻ്റൽ ടെൻഷൻസ്, റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രോബ്ലംസ്, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അവിടെ ഒരു ന്യൂ എനർജി, ഒരു ഹീലിംഗ് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം തരണം ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് അവസരം, ഒരു ന്യൂ എനർജി വരുന്നതാണ്. കുറച്ച് പേർക്ക് പുതിയ കരിയറായിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു എനർജിയാണ്, പുതിയ ബിസിനസ്സായിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള എനർജിയാണ്, ബിസിനസ് പാർട്ട്ണറായിട്ടുള്ള മീറ്റിംഗ്, കോൺവെർസേഷൻസ്, അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടും എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സ് വരുന്നുണ്ടാകാം. നിങ്ങൾ ചെയ്യുന്ന വർക്കിന്, നിങ്ങൾ ചെയ്യുന്ന എഫേർട്ടിന് റിട്ടേൺ ലഭിക്കുന്ന ഒരു സമയവും ആയിരിക്കാം. കിങ് ഓഫ് സോഡ്സ്, 10 ഓഫ് കപ്സ്, അതുപോലെ തന്നെ 8 ഓഫ് വോൺസിൻ്റെ എനർജി. കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടത് ഇന്നത്തെ ദിവസം നിങ്ങൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ്, സംസാരിക്കുന്ന കാര്യങ്ങളാണ്. അത് നിങ്ങളുടെ ലൈഫിൽ പുരോഗതി, ഒരു ഗ്രോത്ത് കൊണ്ടുതരുന്ന കാര്യങ്ങളാണോ, അല്ലെങ്കിൽ ആ ഒരു എനർജി അതിനെക്കുറിച്ചിട്ട് സംസാരിക്കുമ്പോൾ, ഓർക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്താണ് ഫീൽ ചെയ്യുന്നത്, അത് കുറച്ചും കൂടെ നിങ്ങൾ അവെയർ ആകാനായിട്ട് ശ്രമിക്കുക. ഇൻ കേസ് നെഗറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ സന്തോഷം, ഹാപ്പിനെസ് കെടുത്തുന്ന എനർജി ആയിട്ടാണ് അത് കണക്ട് ചെയ്യുന്നത് എങ്കിൽ അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് കറക്റ്റായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. പറയേണ്ട കാര്യങ്ങൾ, എക്സ്പ്രസ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഷെയർ ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യാനായിട്ട്, ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതും നിങ്ങളെ ഈ ഒരു സമയത്ത് സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഇവിടെ 10 ഓഫ് കപ്സ് വന്നിട്ട് ഫാമിലി, ഹോം, റിലേഷൻഷിപ്പ്, അവിടെ കുറച്ചൊരു അറ്റൻഷൻ ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. അവിടെ എന്തെങ്കിലുമൊക്കെ ആക്ഷൻസ് എടുക്കാനായിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾ ആ ഒരു എനർജി ആയിട്ടും കണക്ട് ചെയ്യുക. അതും നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആ ഒരു സ്ട്രെങ്ത്ത്, നിങ്ങളുടെ ആ ഒരു ഇൻ്റലക്ച്വൽ പവർ കറക്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. അത് നിങ്ങൾ കറക്റ്റായിട്ട് യൂസ് ചെയ്ത് കഴിയുമ്പോൾ, കറക്റ്റായിട്ടുള്ള ഡിസിഷൻസ് എടുത്ത് കഴിയുമ്പോൾ ലൈഫിൽ ഒത്തിരി ഒരു പൂർണ്ണത, ഒരു ഹാപ്പിനെസ്സിൻ്റെ എനർജിയായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ മെയിനായിട്ട് നിങ്ങളുടെ വേർഡ്സ്, നിങ്ങളുടെ ചിന്തകൾ അത് പോസിറ്റീവായിട്ട് നിലനിർത്താനായിട്ട് ശ്രമിക്കുക. ഫാമിലി, ഹോം, പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിന് കുറച്ചൊരു അറ്റൻഷൻ കൊടുക്കുക. അതെല്ലാം ഈ ഒരു ദിവസം നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഇവിടെ ട്രാവലിൻ്റെ ഒരു ബ്ലെസ്സിങ്ങും കാണുന്നുണ്ട്. പാർട്ട്ണറായിട്ട് ചേർന്ന് എന്തെങ്കിലുമൊക്കെ ട്രാവൽ പ്ലാൻസ് ഇടുന്നുണ്ടാകാം. അത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ഹാപ്പിനെസ് കൊണ്ടുതരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഒത്തിരി അച്ചീവ്മെൻറ്റിൻ്റെ എനർജിയും കാണുന്നുണ്ട്. ഒത്തിരി നേട്ടങ്ങൾ കൊണ്ടുവരാനായിട്ടും കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം എനർജീസ് വരുന്നതാണ്. അപ്പോൾ അതെല്ലാം നിങ്ങൾ എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ തേഴ്സ്ഡേ ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി, ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.